പണി രഞ്ജിനി ഹരിദാസിന്റെ വ്ലോഗ് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവൾക്ക് 43 വയസ്സുള്ളൂ. അവക്കിപ്പോ ഇരുന്നിട്ട് എണീക്കാൻ മേല. ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചെടികളൊക്കെ കാണിച്ചിട്ട് അത് ഞാൻ നടാൻ പോവാണ്. ഇത് എൻ്റെ കെട്ടിയവനാണ് നടണേന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളത് നട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കണേ. പിന്നെ എൻ്റെ കുറച്ച് തക്കാളിയൊക്കെ ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. എല്ലാം വിൻ്റർ വന്നെല്ലാം താറുമാറായി പോയി എന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇന്ന് വിളവെടുത്തു. അതൊക്കെ കൂടിയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചെടി നടൽ കർമ്മം ഇവിടെ നടത്തുവാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ പോരുന്നാ പറഞ്ഞേ. Sorry. Dude, I can't see. നമ്മൾ ആദ്യമായി നമ്മുടെ മുന്തിരി വെച്ചിരിക്കുകയാണ്. മുന്തിരിയാണത്. പക്ഷേ ഓൾറെഡി ഈ മുന്തിരി കരിഞ്ഞെന്ന് എനിക്ക് തോന്നണേ. ഇലയൊക്കെ പോയി. ഇത് ഓട്ടം സീസൺ ആകുമ്പോൾ ഇല പോകും. ഇത് ആ മുന്തിരിയുടെ രണ്ട് ഇല പഴുത്തു തുടങ്ങിയുണ്ടോ, 2 ആഴ്ച മാഞ്ഞ് ഇല ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്കറിയാൻ മേല. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് കരിയുവാണോ എന്ന് ചോദിച്ചു. അപ്പുറത്തെ മൈക്കിൾ. ആ പുള്ളി ഇതേവരെ അങ്ങനത്തെ പണി കണ്ടിട്ടുണ്ടോ? പിന്നെ ഇത് അപ്പനറിയാം. യൂട്യൂബിൽ പണി അങ്ങോട്ട് അമ്മ അവിടെ ഇരിക്കുമല്ലോ. പണി രഞ്ജിനി ഹരിദാസിന്റെ വ്ലോഗ് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവൾക്ക് 43 വയസ്സുള്ളൂ. അവക്കിപ്പോ ഇരുന്നിട്ട് എണീക്കാൻ മേല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനിപ്പോ ഇങ്ങനെ മറ്റേ സ്ക്വാറ്റ് ചെയ്യുന്ന പരിപാടി. അത് ഞാനും എഫിയും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അത് വലിയ വ്യത്യാസം. ആര് പൊങ്ങും? ഇത് പൊങ്ങോ നോക്ക്. അമ്മ പൊങ്ങണ കാര്യമല്ല പറഞ്ഞേ. പൊങ്ങും അടുത്തത് എന്താ നടന്നേ? അടുത്തത് വീണ്ടും മുന്തിരി. ഇത് എന്തോരം മുന്തിരി? അപ്പൊ ഇപ്പൊ നട്ടത് ഏത് മുന്തിരിയാ? പച്ചമുന്തിരി. ഇപ്പൊ നട്ടത് പച്ചമുന്തിരിയാ. കേട്ടോ, ചുവന്ന മുന്തിരി ഉണ്ട്. ചുറ്റിക്ക് ഇട്ടിരിക്കുന്നുണ്ടോ? $4 ആയിരുന്നു അതിന് വില. കുറച്ചിട്ടേനെ. അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ആ മുന്തിരിക്ക്. അമ്മ നിക്ക്. എന്റെ അപ്പം കർഷകനല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്യും. പോളിടെക്നിക് അല്ല അല്ലേ? അല്ല, ഇതിന്റെ പ്രവർത്തന രീതികൾ എനിക്കറിയത്തില്ല. അല്ല, എന്നാലും ഞാൻ വെക്കൊക്കെ. ഞാൻ മാവും പ്ലാവും വാഴയൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടില്. അതിനാ പിന്നെ പക്ഷെ എന്നാലും അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ചെയ്യുമ്പോ അതാണല്ലോ നമുക്ക്. സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ചെയ്യുമ്പോ നമുക്ക് ഒരു സന്തോഷം. ഇനി നമ്മുടെ പിയറിനെ നമ്മൾ വെക്കുവാണ്. പിയറാണ് നമ്മുടെ കണ്ണിലുണ്ണിയാണ് പേര്. ഓക്കെ, നന്നായിട്ട് വേറെ ഓടിയുണ്ട്. ഇനിയിപ്പോ അതിനകത്ത് ഓടാനില്ല. ഇതിനകത്ത് മാറ്റിയിരിക്കുന്നത് വളരെ നന്നായിട്ട്. ഇതെന്താ ആക്ച്വലി നിങ്ങൾ ഫില്ല് ചെയ്യുന്ന? ഇതിട്ട് പോട്ടി മിക്സ്. ശരിക്കും പോട്ടി മിക്സ് എന്നതാ അത് ഈ കമ്പോസ്റ്റ് പോലെ ഈ മരവും അതും മണ്ണും എല്ലാം മിക്സഡാണ്. കുറച്ച് ഫെർട്ടിലൈസർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പയ്യോ ഓടുക അങ്ങോട്ട്. നമ്മുടെ 3 ചെടികളും 2 മുന്തിരി, പിയർ 3 റെഡി ആയിട്ടുണ്ട്. മുന്തിരിയുടെ ഇലകളൊക്കെ ഏകദേശം മഞ്ഞയായി. ഇനിയിപ്പോൾ അത് തീരുന്നൊരു സമയമാണ്. മുന്തിരിയും ഏകദേശമൊക്കെ ഓരോരുത്തരൊക്കെ പറിച്ചെടുത്തു. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വൈനിടാനൊക്കെ കൊണ്ടുപോയി. പിന്നെ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയായിട്ട് ഇലകളെല്ലാം മഞ്ഞയായി. ഇപ്പോൾ വിൻ്റർ ആവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരില പോലും ഇല്ലാണ്ട് എല്ലാം തീരും. ആ ഒരവസ്ഥയിലോട്ടാണ് ഇനി പോണേ. അപ്പോഴത്തേക്കും പിന്നെ ആ ഒരു തണ്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. ഒരില പോലും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ഒരു കമ്പിങ്ങനെ പോവും. അത്രയേ ഉള്ളൂ. കിവി ഫ്രൂട്ട്. കിവി ഫ്രൂട്ട് ആരെങ്കിലും കാണാത്ത ഉണ്ടെങ്കിൽ ഇതാണ് കിവി ഫ്രൂട്ട്. ഇതിൻ്റെ
ഇതിനെ പറഞ്ഞേ, ഇതിങ്ങനെ കയറി ഫെൻസിൽ കൂടെ കയറി കിടക്കുക. അപ്പുറത്താണ് ഇതിൻ്റെ ചോട്. ഇപ്പുറത്തോട്ട് വന്നു. ഇന്നാള് ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ തക്കാളിയൊക്കെ കിടക്കണ കാണിച്ചപ്പോഴത്തേക്കും കുറച്ച് ഭാഗം കാണിച്ചോളൂ, അയ്യോ അത് കുറച്ചും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞു രണ്ടുപേര്, എൻ്റെ 2 ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് തക്കാളി മുഴുവനും പോയി. ഇനിയിപ്പോൾ ഞാൻ വെച്ചുകൊണ്ടിരുന്ന മാക്സിമം ഇവിടെ കിടന്ന് മൂക്കട്ടെ എന്ന് ഓർത്തായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതിനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, പറിച്ചെടുക്കുക. ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. മഞ്ഞ് വീണ് അതൊക്കെ ചളുങ്ങി തുടങ്ങി. മഞ്ഞ് വീണില്ല, അതിങ്ങനെ ചുളുങ്ങി, തൊലി ഇങ്ങനെ ചുളുങ്ങി. ഇനി അത് കിടന്നാകൂല, അത് മരച്ചു പോകുള്ളൂ. അല്ല പിന്നെ ക്രോസ് ബാഗ് ഇടണം. നമുക്ക് എന്നെ ഇപ്പം എപ്രാവശ്യം എന്നെ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിത് വെച്ചത് താമസിച്ചു പോയി. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ആ പറിച്ചതെല്ലാം ഉണ്ട തക്കാളിയും ഇത് നീളത്തക്കാളി. അതും അപ്പോൾ അത് പറിക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞ. എന്നാൽ അതും കൂടെ പറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ബായ്, അടുത്ത വീഡിയോ കാണാം.